ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഈ നിർണായക ഭാഗം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എളുപ്പത്തിൽ പഠിക്കെടുക്കാം. അപ്പോ നമ്മൾ ഈ ഒരു വിഷയത്തെ ഒരു വാഗ്ദാനത്തിന്റെ ഒരു ലൈഫ് സൈക്കിൾ പോലെയാണ് കാണാൻ പോകുന്നത്. ആദ്യം എന്താണ് ഒരു ഗ്യാരന്റിന്ന് നോക്കും, പിന്നെ ഷ്യോറിറ്റിയുടെ ബാധ്യതകളെക്കുറിച്ച് സംസാരിക്കും, എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരന്റീസ് എന്ന് മനസ്സിലാക്കും, പിന്നെ ഒരു ഷ്യോറിറ്റിക്ക് എങ്ങനെയൊക്കെ ഈ ബാധ്യതയിൽ നിന്നും ഒഴിവാകാമെന്നും പണം അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അവകാശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റീക്യാപ്പും ഉണ്ടാകും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് എ ഗ്യാരന്റി? സത്യം പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരന്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബാങ്കുകൾക്ക് ഒരു വലിയ സേഫ്റ്റി നെറ്റാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ വാഗ്ദാനത്തിന്റെ കഥ തുടങ്ങുന്നത്. ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരന്റിയിൽ എപ്പോഴും 3 പേരുണ്ടാകും കേട്ടോ. ഒന്ന്, ഗ്യാരന്റി കൊടുക്കുന്ന ആൾ, നമ്മൾ അവരെ ഷ്യോറിറ്റി എന്ന് വിളിക്കും. പിന്നെ ആരുടെ കടത്തിനാണോ ഗ്യാരന്റി കൊടുക്കുന്നത്, അതായത് കടം വാങ്ങുന്നയാൾ, അയാളാണ് പ്രിൻസിപ്പൽ ഡെറ്റർ. മൂന്നാമത്തെ ആൾ, ആർക്കാണോ ഈ ഗ്യാരന്റി കിട്ടുന്നത്, അതായത് നമ്മൾ ബാങ്കുകാർ, അതാണ് ക്രെഡിറ്റർ. ഈ 3 ഇംഗ്ലീഷ് പേരുകൾ ഓർത്തുവെക്കണം: ഷ്യോറിറ്റി, പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇനി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് കൺസിഡറേഷൻ. ഒരു ഗ്യാരന്റിക്ക് നിയമപരമായി നിലനിൽപ്പ് വേണമെങ്കിൽ ഒരു വാലിഡ് കൺസിഡറേഷൻ നിർബന്ധമാണ്. ഈ ഉദാഹരണങ്ങൾ നോക്കിയാൽ സംഭവം ക്ലിയറാകും. ആദ്യത്തെ കേസിൽ സി ഗ്യാരന്റി കൊടുക്കുന്നതുകൊണ്ടാണ് എ സാധനങ്ങൾ കടം കൊടുക്കുന്നത്. അവിടെ ഒരു ഗിവൻ ടേക്ക് ഉണ്ട്, അതൊരു വാലിഡ് കൺസിഡറേഷനാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് നോക്കൂ, കച്ചവടമൊക്കെ കഴിഞ്ഞു എന്നിട്ട് വെറുതെ വന്ന് ഗ്യാരന്റി കൊടുത്താൽ അതിന് നിയമസാധുതയില്ല. പരീക്ഷയ്ക്ക് സെക്ഷൻ 127 വളരെ ഇമ്പോർട്ടന്റാണ്, മറക്കരുത്. അപ്പോ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ദ ഷ്യോറിറ്റി സ്കോർ ലയബിലിറ്റി, അതായത് വാഗ്ദാനം കൊടുത്തു, ഇനി അതിന്റെ ഭാരം എത്രത്തോളമാണ്, ഒരു ഷ്യോറിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ലോൺ ഡീഫോൾട്ട് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1, പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടം തിരിച്ചടയ്ക്കുന്നില്ല. സ്റ്റെപ്പ് 2, ഉടൻ തന്നെ ആ കടത്തിന്റെ ഉത്തരവാദിത്തം സ്യൂരിറ്റിയുടെ മുകളിലാകുന്നു. സ്റ്റെപ്പ് 3, സ്യൂരിറ്റി ആ കടം ക്രെഡിറ്ററിന് കൊടുത്തു തീർക്കുന്നു. സ്റ്റെപ്പ് 4, അതിനുശേഷം സ്യൂരിറ്റി താൻ അടച്ച പണം പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്ന് തിരികെ വാങ്ങുന്നു. ഇതാണതിന്റെ ഒരു ഓർഡർ. ഈ വാക്ക് നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കണം: കോ എക്സ്റ്റെൻസീവ്. സെക്ഷൻ 128 പറയുന്നത് ഇതാണ്: ഷ്യോറിറ്റീസ് ലയബിലിറ്റി ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: പ്രിൻസിപ്പൽ ഡെറ്ററിന് എത്ര ബാധ്യതയുണ്ടോ അതേ ബാധ്യത അതേ അളവിൽ ഷ്യോറിറ്റിക്കുമുണ്ടാകും. ഈ ത്രാസ് കാണുന്നതുപോലെ രണ്ടും കറക്റ്റ് ബാലൻസ്ഡ് ആയിരിക്കും, കരാറിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇനി ഈ ലയബിലിറ്റിയെക്കുറിച്ച് സാധാരണ വരുന്ന ചില സംശയങ്ങളുണ്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെതിരെ കേസ് കൊടുക്കുന്നതിൽ നിന്ന് ക്രെഡിറ്ററിനെ തടയാൻ ഷ്യൂറിറ്റിക്ക് പറ്റുമോ? ഇല്ല. കോടതി വിധി നടപ്പാക്കുന്നത് തടയാൻ പറ്റുമോ? അതുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ മരണപ്പെട്ടാൽ ഷ്യൂറിറ്റിയുടെ ബാധ്യത തീരുമോ? ഒരിക്കലുമില്ല. ആ ബാധ്യത അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ അടുത്ത വിഷയം കണ്ടിന്യൂയിങ് ഗ്യാരന്റീസ്. പേര് പോലെ തന്നെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു സാധാരണ ഗ്യാരന്റിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരുപാട് ഇടപാടുകൾക്ക്, എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയുള്ളതാണ്. ഈ ചങ്ങലയുടെ ചിത്രം കാണുന്നില്ലേ? ഒരു കണ്ടിന്യൂയിങ് ഗ്യാരന്റി അതുപോലെയാണ്. ഒരൊറ്റ ഇടപാടിൽ തീരുന്നില്ല, പല ഇടപാടുകളെ ഒരുമിച്ച് കോർത്തിണക്കുന്നു. ബാങ്കിങ്ങിൽ നമ്മൾ കാണുന്ന ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിക്കൊക്കെ കൊടുക്കുന്നത് സാധാരണയായി ഇങ്ങനത്തെ ഗ്യാരന്റികളാണ്. ഇത് ക്രെഡിറ്ററിന് ഒരു കണ്ടിന്യൂസ് സേഫ്റ്റി നെറ്റാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം: ഈ കണ്ടിന്യൂയിങ് ഗ്യാരന്റി നിർത്താൻ പറ്റുമോ? പറ്റും. സെക്ഷൻ 130 അനുസരിച്ച് ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: ഈ നോട്ടീസ് ഭാവിയിലേക്കുള്ള ഇടപാടുകൾക്ക്, അതായത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് മാത്രമേ ബാധകമാവൂ. നോട്ടീസ് കൊടുക്കുന്നതിന് മുൻപ് നടന്ന എല്ലാ ഇടപാടുകൾക്കും ഷ്യോറിറ്റി ഉത്തരവാദിയായിരിക്കും. ഇപ്പം നമ്മൾ ആ വാഗ്ദാനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്: ഡിസ്ചാർജിംഗ് ദ ഷ്യോറിറ്റീസ് ഡ്യൂട്ടി. അതായത് എങ്ങനെയൊക്കെ ഒരു ഷ്യോറിറ്റിക്ക് ഈ ബാധ്യതയിൽ നിന്ന് നിയമപരമായി ഒഴിവാകാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സെക്ഷൻ 133 അനുസരിച്ച് യഥാർത്ഥ കരാറിലെ വ്യവസ്ഥകളിൽ ഷ്യോറിറ്റിയുടെ സമ്മതമില്ലാതെ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, അതായത് ഒരു വേരിയൻസ് ഉണ്ടായാൽ, ആ നിമിഷം മുതൽ ഷ്യോറിറ്റിയുടെ ബാധ്യത തീർന്നു. ഉദാഹരണത്തിന്, മിസ്റ്റർ എ തന്റെ ഭാര്യ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് ഗ്യാരണ്ടി കൊടുത്തു. പക്ഷേ കോസ്മെറ്റിക്സ് കടമായി കൊടുക്കരുതെന്ന് ഒരു കണ്ടീഷൻ വെച്ചു. കടക്കാരൻ അത് കേൾക്കാതെ കോസ്മെറ്റിക്സ് കൊടുത്താൽ ആ നിമിഷം മിസ്റ്റർ എയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു.
ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ ചിത്രം നോക്കൂ. ഷ്യോറിറ്റി അറിയാതെ കരാറിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അവർ തന്ന സേഫ്റ്റി നെറ്റിലൊരു ഓട്ട വീഴ്ത്തുന്നത് പോലെയാണ്. അതോടെ അതിന്റെ ഒരു ബലവുമില്ലാതായി പോകും. ഇനി സെക്ഷൻ 134 പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ക്രെഡിറ്റർ, അതായത് കടം കൊടുത്തയാള്, കടം വാങ്ങിയ പ്രിൻസിപ്പൽ ഡെറ്ററിനോട് നിങ്ങളിനി പണം തരേണ്ട എന്ന് പറഞ്ഞ അയാളെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഷ്യോറിറ്റിയും ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കും. കാരണം ഷ്യോറിറ്റിയുടെ വാഗ്ദാനം ആ ഒറിജിനൽ കടവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഈ ചിത്രം അതാണ് കാണിക്കുന്നത്. എൻഡ് ഓഫ് എഗ്രിമെന്റ്. മെയിൻ കരാർ എപ്പോ തീരുന്നോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗ്യാരണ്ടിയും അപ്പത്തന്നെ അവസാനിക്കും. ഓർത്തുവെക്കാൻ വളരെ എളുപ്പമുള്ളൊരു പോയിന്റാണിത്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചോദ്യം. ക്രെഡിറ്റർ കടം വാങ്ങിയ ആൾക്കെതിരെ കേസ് കൊടുക്കാൻ 1 വർഷം വൈകിപ്പിച്ചു എന്ന് വെക്കുക. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഷ്യോറിറ്റിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഉത്തരം ഇല്ല എന്നാണ്. വെറുതെ കേസ് കൊടുക്കാൻ വൈകുന്നത് നിയമത്തിൽ പറയുന്ന മിയർ ഫോർബെയറൻസ് ടു സൂ ഒരു കാരണവശാലും ഷ്യോറിറ്റിയെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ഇത് എക്സാമിന് സ്ഥിരം വരുന്നൊരു സിനാരിയാണ്, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോ ഷ്യോറിറ്റി കടം വീട്ടി, വാഗ്ദാനം നിറവേറ്റി. ഇനി എന്താ? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, റൈറ്റ്സ് ആഫ്റ്റർ പേയ്മെന്റ്. കടം വീട്ടിക്കഴിയുമ്പോൾ ഷ്യോറിറ്റിക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് റൈറ്റ് ഓഫ് സബ്രഗേഷൻ എന്ന വളരെ പവർഫുള്ളായൊരു കോൺസെപ്റ്റ് വരുന്നത്. അതിന്റെ അർത്ഥം ഷ്യോറിറ്റി കടം വീട്ടി കഴിയുമ്പോൾ അയാൾ നിയമപരമായി സ്റ്റെപ്സ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി ക്രെഡിറ്റർ എന്നാണ്. അതായത് ക്രെഡിറ്ററിന് പ്രിൻസിപ്പൽ ഡെപ്റ്റിന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ എന്തൊക്കെ അവകാശങ്ങളുണ്ടായിരുന്നു, ആ എല്ലാ അവകാശങ്ങളും ഇനി ഷ്യോറിറ്റിക്ക് കിട്ടും. ഈ ചിത്രം നോക്കൂ. സംഭവം വളരെ ക്ലിയറാണ്. സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററിന്റെ അവകാശങ്ങൾ നിയമപരമായി ഷ്യോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതോടെ ഷ്യോറിറ്റിക്ക് താൻ കൊടുത്ത പണം തിരികെ പിടിക്കാനുള്ള അധികാരം കിട്ടുന്നു. പരീക്ഷയ്ക്ക് മുൻപ് ശ്രദ്ധിക്കേണ്ട 2 ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഒന്നാമത്തേത് റൈറ്റ് ടു സെക്യൂരിറ്റി. ക്രെഡിറ്ററിന്റെ കയ്യിൽ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ എന്തെങ്കിലും സെക്യൂരിറ്റി, അതായത് ഈടായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഷ്യോറിറ്റിക്ക് കിട്ടാൻ അവകാശമുണ്ട്. രണ്ടാമത്തെ കാര്യം, ക്രെഡിറ്റർ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെച്ചോ ആണ് ഗ്യാരണ്ടി വാങ്ങിയതെങ്കിൽ ആ ഗ്യാരണ്ടിക്ക് നിയമസാധുതയില്ല. അതൊരു ഇൻവാലിഡ് ഗ്യാരണ്ടിയായി മാറും. ശരി, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അവസാനമായി പരീക്ഷയ്ക്ക് വേണ്ടിയൊരു ക്വിക്ക് റീക്യാപ്പ് ആകാം. ഇതൊരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ചീറ്റ് ഷീറ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. സെക്ഷൻ 127 കൺസിഡറേഷൻ നിർബന്ധമാണ്. 128 ഷ്യൂറിറ്റീസ് ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ആണ്, അതായത് തുല്യമാണ്. 130 റെവൊക്കേഷൻ അല്ലെങ്കിൽ റദ്ദാക്കുന്നത് ഭാവിയിലെ ഇടപാടുകൾക്കും മാത്രം. 133 വേരിയേഷൻ അല്ലെങ്കിൽ കരാറിലെ മാറ്റങ്ങൾ ഷ്യൂറിറ്റിയെ ഒഴിവാക്കും. 134 പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ ഒഴിവാക്കിയാൽ ഷ്യൂറിറ്റിയും ഒഴിവാകും. പിന്നെ 145 റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി, അതായത് നഷ്ടപരിഹാരം കിട്ടാനുള്ള അവകാശം. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം. എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. ഈ 3 പേരിൽ ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ, ഷ്യൂറിറ്റി ആർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് നിങ്ങൾ കരുതുന്നത്?